ചില ആളുകൾ ഏത് കാര്യവും എളുപ്പത്തിൽ വിട്ടുകളയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ മറ്റു ചിലരാകട്ടെ ദിവസങ്ങൾക്ക് മുൻപ് നടന്ന ചെറിയൊരു സംഭാഷണം പോലും മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഇന്റലിജന്റായ ആളുകൾ, അതുപോലെ മറ്റുള്ളവരോട് സ്നേഹവും കരുതലും ഉള്ളവർ പലപ്പോഴും അമിതമായി ചിന്തിക്കുന്നത്? അമിതമായി ചിന്തിക്കുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സഹായിക്കുമെന്നാണ് നമ്മൾ കരുതുന്നതെങ്കിൽ എന്തുകൊണ്ടത് നമ്മെ കൂടുതൽ തളർത്തുകയും ഉത്കണ്ഠാകുലരാക്കുകയും ചെയ്യുന്നത്? ഇന്നത്തെ വീഡിയോയിൽ ഈ ഓവർ തിങ്കിങ്ങിന്റെ പിന്നിലെ മനഃശാസ്ത്രം എന്തെന്നും നമ്മുടെ തലച്ചോറ് എന്തുകൊണ്ട് ഈ ഒരു ചക്രവ്യൂഹത്തിൽ വീണ്ടും വീണ്ടും ചെന്ന് പെടുന്നതെന്നും നമ്മൾ മനസ്സിലാക്കും. അതുപോലെ തന്നെ ഈ ഒരു ശീലത്തിൽ നിന്നും എങ്ങനെ മോചനം നേടാം എന്നതിനുമുള്ള ചില പ്രായോഗിക വഴികളും ഞാൻ ഇന്ന് പങ്കുവെക്കുന്നു. ഭൂരിഭാഗം ആളുകളും വിചാരിക്കുന്നത് ഓവർ തിങ്കിങ് എന്നത് വെറുമൊരു മോശം ശീലമാണെന്നാണ്. എന്നാൽ ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഞാനിതിനെ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഓവർ തിങ്കിങ് എന്നത് യഥാർത്ഥത്തിൽ പ്രശ്നമല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ അതിലും ആഴത്തിലുള്ള മറ്റെന്തോ സംഭവിക്കുന്നുണ്ട് എന്നതിൻ്റെ ഒരു സൂചനയോ സിഗ്നലോ ആണത്. നമ്മുടെ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുന്നത് നിർത്തും. അതിനുശേഷം മനസ്സിനോട് നിരന്തരം പോരാടുന്നതിന് പകരം അതിനെ എങ്ങനെ കൂടെ കൂട്ടാം എന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങും. നമ്മൾ എന്തുകൊണ്ടാണ് അമിതമായി ചിന്തിക്കുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. നിങ്ങളൊരു സസ്പെൻസ് സിനിമ കാണുകയാണെന്ന് സങ്കല്പിക്കുക. അതിൻ്റെ ക്ലൈമാക്സിന് തൊട്ടു മുൻപ് ആരോ ആ സിനിമ പോസ് ചെയ്തു. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? അടുത്തത് എന്താണ് സംഭവിക്കുക എന്നറിയാൻ നിങ്ങളുടെ മനസ്സ് വളരെ ആകാംക്ഷയിലായിരിക്കും. അപൂർണമായ ഒരു കഥയും നമുക്ക് ഇഷ്ടമല്ല. നമുക്കതിനൊരു അവസാനം വേണം. നമ്മുടെ തലച്ചോറും ഇതേ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അതിന് എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത, ഒരു സെർട്ടനിറ്റി വേണം. എപ്പോഴൊക്കെ ഒരു കാര്യം അപൂർണമായി തുടരുന്നുവോ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ന സംശയത്തിൽ നിൽക്കുന്നുവോ അപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് അതിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കും. അത് നമ്മെ വിഷമത്തിലാക്കാൻ വേണ്ടി നമ്മുടെ തലച്ചോറ് മനഃപൂർവ്വം ചെയ്യുന്നതല്ല, മറിച്ച് അത് തലച്ചോറിൻ്റെ ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ്. നമ്മുടെ ജീവിതത്തിലെ ചില സാധാരണ സാഹചര്യങ്ങൾ ആലോചിച്ച് നോക്കാം. നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് ഒരാൾക്ക് അയച്ചു, പക്ഷേ അതിന് മറുപടിയില്ല. നിങ്ങളുടെ മാനേജർ പറയുന്നു, നമുക്ക് നാളെ ഒന്ന് സംസാരിക്കാമോ? അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി സ്കൂൾ വിട്ട് വീട്ടിലെത്താൻ വൈകുന്നു. ഈ സമയത്തൊക്കെ എന്താണ് സംഭവിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ മനസ്സ് ഉടൻ തന്നെ അവിടെ ഇല്ലാത്ത ബാക്കി കാര്യങ്ങൾ സ്വയം പൂരിപ്പിക്കാൻ തുടങ്ങും. ചിലപ്പോൾ 10 വ്യത്യസ്ത സാധ്യതകളായിരിക്കാം അത് ആലോചിച്ചു കൂട്ടുക. നിർഭാഗ്യവശാൽ നല്ല കാര്യങ്ങൾ ചിന്തിക്കുന്നതിന് മുൻപ് ഏറ്റവും മോശം കാര്യങ്ങൾ ചിന്തിക്കാനാണ് നമ്മുടെ തലച്ചോറിന് കൂടുതൽ താല്പര്യം. നമ്മൾ മോശം ആളുകളായതുകൊണ്ടല്ല ഇത്, മറിച്ച് അനിശ്ചിതാവസ്ഥകളോട് തലച്ചോറിന് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ്. ഓഫീസിലൊരു പ്രസൻറ്റേഷൻ വിജയകരമായി പൂർത്തിയാക്കിയ ഒരു വ്യക്തിയെ സങ്കല്പിക്കുക. അവൾ തിരികെ തൻ്റെ ഡെസ്കിലേക്ക് നടക്കുമ്പോൾ താൻ പ്രസൻറ്റേഷനിടയിൽ ശരിയായി വിശദീകരിക്കാത്ത ഒരു വാചകത്തെക്കുറിച്ച് പെട്ടെന്ന് ഓർക്കുന്നു. പിന്നീടുള്ള 3 മണിക്കൂർ നേരം അവളുടെ മനസ്സ് ആ ഒരു നിമിഷത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? എല്ലാവരും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. എനിക്ക് കഴിയില്ലെന്നായിരിക്കും അവർ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവുക. അതേ ദിവസം വൈകുന്നേരം അവളുടെ ഒരു സഹപ്രവർത്തകൻ വന്നു പറഞ്ഞു, നിങ്ങളുടെ ഇന്നത്തെ പ്രസൻറ്റേഷൻ ശരിക്കും ഉപകാരപ്രദമായിരുന്നു. അവൾക്കത് വലിയൊരു അത്ഭുതമായിരുന്നു. കാരണം മറ്റുള്ളവരെല്ലാം ആ കാര്യം മറന്ന് മുന്നോട്ട് പോയപ്പോഴും അവളുടെ മനസ്സ് മാത്രം ആ ഒരു ചെറിയ തെറ്റിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിലും ഇങ്ങനെ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറിന് മനഃശാസ്ത്രജ്ഞർ നെഗറ്റിവിറ്റി ബയസ് എന്ന് വിളിക്കുന്നൊരു സ്വഭാവമുണ്ട്. അതായത് നല്ല അനുഭവങ്ങളെക്കാൾ കൂടുതൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളിലേക്ക് തലച്ചോറ് സ്വാഭാവികമായും കൂടുതൽ ശ്രദ്ധ കൊടുക്കും. നമ്മുടെ പൂർവികരുടെ കാലം തൊട്ടുള്ള പരിണാമത്തിൻ്റെ ഭാഗമാണിത്. അക്കാലത്ത് ഒരപകടം ശ്രദ്ധിക്കാതെ വിട്ടാൽ അത് ജീവന് തന്നെ ഭീഷണിയായേക്കാം. എന്നാൽ മനോഹരമായ ഒരു പൂവ് കാണാതെ വിട്ടാൽ അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ്
മോശമായി വരാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടെത്താൻ നമ്മുടെ തലച്ചോറ് കാലക്രമേണ മിടുക്കരായി മാറി. അന്ന് ജീവൻ നിലനിർത്താൻ നമ്മുടെ പൂർവികരെ സഹായിച്ച ആ ശീലമാണ് ഇന്നത്തെ ആധുനിക ജീവിതത്തിൽ ഓവർ തിങ്കിങ് ആയി മാറുന്നത്. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കാമോ? പിന്നീട് പൂർണ്ണമായും ശരിയായി മാറിയ എത്രയോ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ മണിക്കൂറുകളോളം ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ടാകും. ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. അനിശ്ചിതാവസ്ഥ, അൺസർട്ടനിറ്റി എല്ലാവരിലും ചിന്തകൾ ഉണ്ടാക്കുമെങ്കിലും എന്തുകൊണ്ടാണ് ചില ആളുകൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഓവർ തിങ്കിങ് ചെയ്യുന്നത്? എല്ലാവരുടെയും തലച്ചോറ് ഒരുപോലെയല്ല അനിശ്ചിതാവസ്ഥയോട് പ്രതികരിക്കുന്നത്. ചില ആളുകൾ തങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ പ്രത്യേകതകൾ കൊണ്ടോ ജീവിതാനുഭവങ്ങളുടെ വെളിച്ചത്തിലോ പഠിച്ചിരിക്കുന്നത് എല്ലാ സാധ്യതകളെയും കുറിച്ച് ചിന്തിച്ച് ഒരുങ്ങിയിരിക്കുന്നത് തെറ്റുകൾ ഒഴിവാക്കാനും നിരാശകളും വൈകാരിക വേദനയും കുറയ്ക്കുവാനും സഹായിക്കുമെന്നാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഉത്തരവാദിത്തമുള്ള, മറ്റുള്ളവരെ ഏറെ പരിഗണിക്കുന്ന, അതുപോലെ സെൻസിറ്റീവായ ആളുകൾ പലപ്പോഴും ഓവർ തിങ്ക് ചെയ്യുന്നത്. എന്നാൽ ഇവിടെയാണ് തലച്ചോറിന് തെറ്റുപറ്റുന്നത്. അമിത ചിന്തയുള്ള പല ആളുകളും കരുതുന്നത് അല്പം കൂടി ചിന്തിച്ചാൽ അവർ പെർഫെക്റ്റായ ഉത്തരം കണ്ടെത്തുമെന്നാണ്. തങ്ങളൊരു പ്രശ്നം പരിഹരിക്കുകയാണെന്ന വ്യാജേന. ചിലപ്പോൾ അത് ശരിയായിരിക്കാം. നിങ്ങളൊരു യാത്ര പ്ലാൻ ചെയ്യുമ്പോഴോ ഇൻ്റർവ്യൂവിന് തയ്യാറെടുക്കുമ്പോഴോ ഒരു പ്രധാന തീരുമാനമെടുക്കുമ്പോഴോ ആഴത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. അതിനെയാണ് പ്രോബ്ലം സോൾവിംഗ് എന്ന് വിളിക്കുന്നത്. എന്നാൽ ഓവർ തിങ്കിങ് അതിൽ നിന്നും വ്യത്യസ്തമാണ്. സൈക്കോളജിയിൽ ഇതിനെ റൂമിനേഷൻ എന്ന് വിളിക്കുന്നു. ഒരു പരിഹാരത്തിലേക്ക് എത്തുന്നതിന് പകരം ഒരേ ചിന്തകളിൽ തന്നെ മനസ്സ് വട്ടമിട്ട് കറങ്ങുന്ന അവസ്ഥയാണിത്. ഒരു ഈസി ചെയറിൽ ഇരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകുന്നില്ല. ഇതാണ് റൂമിനേഷൻ ചെയ്യുന്നത്. നമ്മളെന്തോ വലിയ കാര്യം ചെയ്യുകയാണെന്നൊരു തോന്നലത് ഉണ്ടാക്കുമെങ്കിലും യഥാർത്ഥത്തിൽ നമ്മൾ പഴയ ചിന്തകൾ തന്നെ ആവർത്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷ കഴിഞ്ഞ് ക്ലാസ് മുറിക്ക് പുറത്തിറങ്ങിയ ഒരു കോളേജ് വിദ്യാർത്ഥിനിയെ സങ്കല്പിക്കുക. അവൾ ചിന്തിക്കുന്നു, ഈ ഒരു ചോദ്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടാത്തതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ഉത്തരങ്ങളും അടയാളപ്പെടുത്തിയത് മാറിപ്പോയി കാണുമോ? ഞാൻ തോറ്റുപോകുമോ? അവൾ വൈകുന്നേരം മുഴുവൻ ആ പരീക്ഷയെക്കുറിച്ച് മാത്രം ഓർത്ത് വിഷമിച്ചു. പക്ഷേ ഇവിടെ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമുണ്ട്. ആ പരീക്ഷയെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിച്ചതുകൊണ്ട് അവൾ നേരത്തെ എഴുതിയ ഉത്തരങ്ങൾ മാറ്റാൻ കഴിയുമോ? ഇല്ല. പരീക്ഷ കഴിഞ്ഞു. ചിന്തകൾ തുടരുന്നുണ്ടെങ്കിലും സാഹചര്യം പഴയതുപോലെ തന്നെയാണ്. കഴിഞ്ഞുപോയ സംഭാഷണങ്ങൾ, തെറ്റുകൾ, തീരുമാനങ്ങൾ എന്നിവയെല്ലാം മനസ്സിലിട്ട് ഇതുപോലെ നമ്മൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് വഴി ഭൂതകാലം എങ്ങനെയെങ്കിലും മാറിക്കിട്ടുമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. റൂമിനേഷനെ കുറിച്ച് നടന്നിട്ടുള്ള പഠനങ്ങൾ വ്യക്തമാക്കുന്നത് വിഷമമുണ്ടാക്കുന്ന ചിന്തകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നത് നമ്മുടെ ആകുലതകളും മാനസിക സമ്മർദ്ദവും വിഷാദവും വർദ്ധിപ്പിക്കുമെന്നാണ്. കാരണം ഓരോ തവണ നമ്മൾ ആ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴും ആ പ്രശ്നം ഇപ്പോൾ വീണ്ടും നടക്കുകയാണെന്നാണ് നമ്മുടെ തലച്ചോർ കരുതുന്നത്. അതോടെ നമ്മുടെ ശരീരം സ്ട്രെസ് ഹോർമോണുകൾ വീണ്ടും വീണ്ടും പുറപ്പെടുവിക്കുന്നു. ഒരേ പേടിപ്പെടുത്തുന്ന സിനിമ വീണ്ടും വീണ്ടും കാണുന്നത് പോലെയാണ് ഇത്. പുതുതായി ഒന്നും സംഭവിച്ചില്ലെങ്കിലും ശരീരം അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് നിങ്ങളോട് തന്നെ ഈ പ്രധാനപ്പെട്ട ചോദ്യം ചോദിക്കുക. ഞാനൊരു പരിഹാരം കണ്ടെത്താനാണോ ചിന്തിക്കുന്നത്, അതോ ഒരേ ചിന്തകൾ വീണ്ടും വീണ്ടും റീപ്ലേ ചെയ്യുകയാണോ? ആ ഒരു ചോദ്യത്തിന് നിങ്ങളുടെ ചിന്തകളുടെ ദിശ പൂർണ്ണമായി മാറ്റാൻ സാധിക്കും. ഓർത്തിരിക്കുക, പ്രശ്നപരിഹാരം നിങ്ങളെ മുന്നോട്ട് നയിക്കുന്നു, എന്നാൽ റൂമിനേഷൻ നിങ്ങളെ നിന്നിടത്ത് തന്നെ തളച്ചിടുന്നു. നിയന്ത്രണത്തിൻ്റെ മിഥ്യാധാരണ. ഓവർ തിങ്കിങ് നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് അത് തുടരുന്നത്? അതിൻ്റെ ഒരു കാരണം തലച്ചോറ് പലപ്പോഴും ചിന്തയെ നിയന്ത്രണവുമായി തെറ്റിദ്ധരിക്കുന്നു എന്നതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ അമിതമായി ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുങ്ങുകയാണ്, എന്തോ തടയുകയാണ് എന്നെല്ലാമാണ് നമ്മുടെ ധാരണ. എന്നാൽ കാര്യങ്ങൾക്ക് ഒരു മാറ്റവും വന്നില്ല താനും. നമ്മുടെ മനസ്സ് ഉത്കണ്ഠയെ ഉത്തരവാദിത്വവുമായി തെറ്റിദ്ധരിക്കാറുണ്ട്. മനഃശാസ്ത്രജ്ഞർ ഇതിനെ വിളിക്കുന്നത് ഇല്യൂഷൻ ഓഫ് കൺട്രോൾ അഥവാ നിയന്ത്രണത്തിൻ്റെ മിഥ്യാധാരണ എന്നാണ്. ജീവിതം അനിശ്ചിതത്വത്തിലാകുമ്പോൾ കൂടുതൽ ചിന്തിച്ചാൽ കാര്യങ്ങൾ നിയന്ത്രണത്തിലാക്കാം
എന്ന് തലച്ചോറ് വിശ്വസിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിയന്ത്രണം വരുന്നത് നമ്മുടെ പ്രവൃത്തികളിൽ നിന്നാണ്, അല്ലാതെ അവസാനമില്ലാത്ത ചിന്തകളിൽ നിന്നല്ല. മനോഹരമായ ഒരു ചൊല്ലുണ്ട്: ഉത്കണ്ഠപ്പെടുക എന്നാൽ നിങ്ങൾക്ക് ഒരിക്കലും ബാധ്യതയില്ലാത്ത ഒരു കടത്തിന് പലിശ അടയ്ക്കുന്നത് പോലെയാണ്. ചിലപ്പോഴൊക്കെ സമാധാനമുണ്ടാകുന്നത് നമ്മുടെ ചിന്തകളുമായുള്ള എല്ലാ യുദ്ധങ്ങളെയും ജയിക്കുമ്പോഴല്ല, മറിച്ച് ചിന്തകളോട് യുദ്ധം ചെയ്യാതിരിക്കാൻ നമ്മൾ തീരുമാനിക്കുമ്പോഴാണ്. ഇനി നിങ്ങളോട് തന്നെ സത്യസന്ധമായി ഇത് ചോദിക്കുക: ഇപ്പോൾ ഏത് അനിശ്ചിതാവസ്ഥയെ നിയന്ത്രിക്കാനാണ് ഞാൻ ഇത്രയധികം ശ്രമിക്കുന്നത്? ഇത് എനിക്ക് തന്നെ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നാണോ, അതോ കാലത്തിന് മാത്രം ഉത്തരം നൽകാൻ കഴിയുന്ന ഒന്നാണോ? ഇനി അമിത ചിന്തയെ കൈകാര്യം ചെയ്യാൻ 3 ലളിതമായ ശീലങ്ങൾ നോക്കാം. ഇത് ചിന്തകളെ ബലം പ്രയോഗിച്ച് ഇല്ലാതാക്കാനല്ല, മറിച്ച് ചിന്തകളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ മാറ്റം കൊണ്ടുവരുവാനാണ്. അടുത്ത തവണ നിങ്ങൾ അമിതമായി ചിന്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ഒരു നിമിഷം നിർത്തി സ്വയം ചോദിക്കുക: ഇപ്പോൾ എനിക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഉത്തരം അതെ എന്നാണെങ്കിൽ ചിന്തിച്ച് സമയം കളയാതെ ഒരു ചെറിയ പ്രവൃത്തിയിലേക്ക് കടക്കുക. ഉദാഹരണമായി, ആ ഫോൺ കോൾ ചെയ്യുക, മെസ്സേജ് അയയ്ക്കുക, ആ സംഭാഷണം നടത്തുക, അല്ലെങ്കിൽ ഒരു പ്ലാൻ എഴുതി തയ്യാറാക്കുക. അവസാനമില്ലാത്ത ചിന്തകളേക്കാൾ വളരെ വേഗത്തിൽ നമ്മുടെ ഒരു പ്രവൃത്തി മനസ്സിനെ ശാന്തമാക്കും. എന്നാൽ ഉത്തരം ഇല്ല എന്നാണെങ്കിൽ മനസ്സിനെ സൗമ്യമായി ഓർമ്മിപ്പിക്കുക: ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട് യാതൊരു മാറ്റവും വരാൻ പോകുന്നില്ല. എനിക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കാം. ചിലപ്പോഴൊക്കെ ഏറ്റവും ബുദ്ധിപരമായ കാര്യം സമാധാനത്തോടെ കാത്തിരിക്കുക എന്നത് മാത്രമാണ്. 2. യാഥാർത്ഥ്യങ്ങളും കഥകളും വേർതിരിക്കുക. നമ്മുടെ മനസ്സ് മികച്ചൊരു കഥാകാരനാണ്. അത് ചെറിയൊരു യാഥാർത്ഥ്യം എടുത്ത് അതിനു ചുറ്റും വലിയൊരു കഥ നെയ്തുണ്ടാക്കും. ഉദാഹരണമായി, ഒരു സുഹൃത്ത് നിങ്ങളുടെ മെസ്സേജിന് മറുപടി നൽകിയില്ല. ഇതാണ് യാഥാർത്ഥ്യം. ഉടൻ തന്നെ മനസ്സ് പറയും, അവൻ എന്നോട് ദേഷ്യമായിരിക്കും. ഇത് കഥ. അതുകൊണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നതായി കണ്ടെത്തുമ്പോൾ സ്വയം ചോദിക്കുക: ഇതിലെ യഥാർത്ഥ വസ്തുതകൾ എന്തൊക്കെയാണ്? എൻ്റെ മനസ്സ് ഇതിലേക്ക് കൂട്ടിച്ചേർത്ത കഥകൾ എന്തൊക്കെയാണ്? 3. മനസ്സിന് വിശ്രമിക്കുവാൻ ഒരു ഇടം നൽകുക. നമ്മുടെ മനസ്സ് ഉണർന്നിരിക്കുന്ന എല്ലാ നിമിഷവും തിരക്കിലായിരിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല. അതിന് ശാന്തമായ ചില നിമിഷങ്ങൾ ആവശ്യമാണ്. എല്ലാ ദിവസവും വെറും 5 മിനിറ്റ് നേരമെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം പൂർണ്ണ ശ്രദ്ധയോടെ ചെയ്യുക. അത് മഴ പെയ്യുന്നത് നോക്കി നിൽക്കുന്നതോ, പക്ഷികളുടെ ശബ്ദം ശ്രദ്ധിക്കുന്നതോ, ഒരു കപ്പ് ചായ പതിയെ കുടിക്കുന്നതോ ആകാം. നമ്മുടെ ശ്രദ്ധയെ ഈ ഒരു നിമിഷത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എപ്പോഴും ഭാവിയെക്കുറിച്ച് മാത്രം ചിന്തിക്കേണ്ടതില്ല എന്ന് നമ്മൾ തലച്ചോറിനെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പതിയെ മനസ്സ് കൂടുതൽ ശാന്തമായി മാറും. കൈകൾ കൊണ്ട് ഒരു തടാകത്തിൽ വെള്ളത്തിന്റെ ഉപരിതലം മിനുസപ്പെടുത്താൻ ശ്രമിക്കുന്നത് സങ്കല്പിക്കുക. നിങ്ങൾ എത്രത്തോളം വെള്ളത്തിൽ തൊട്ടുകൊണ്ടിരിക്കുന്നുവോ അത്രത്തോളം ഓളങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മുടെ മനസ്സും ഇതുപോലെയാണ്. നമ്മൾ എത്രത്തോളം കാര്യങ്ങളിൽ വ്യക്തത വരുത്തുവാൻ നിർബന്ധം പിടിക്കുന്നുവോ അത്രത്തോളം മനസ്സ് അസ്വസ്ഥമായി കൊണ്ടിരിക്കും. ചിന്തകളോട് നമ്മൾ പ്രതികരിക്കുന്ന രീതി മാറ്റുമ്പോൾ ആ ചിന്തകൾക്ക് നമ്മുടെ മേലുള്ള നിയന്ത്രണം പതുക്കെ നഷ്ടപ്പെടാൻ തുടങ്ങും. അങ്ങനെ മനസ്സ് ശാന്തമാകും. ഈ വെള്ളിയാഴ്ചയിലെ ഗൈഡഡ് മെഡിറ്റേഷൻ നിങ്ങളെ അമിത ചിന്തയിൽ നിന്നും മാറി നിൽക്കുവാനും മനസ്സിനെ ശാന്തമാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ്. അത് മിസ് ചെയ്യില്ലല്ലോ. ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിച്ചുവെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുവാൻ മറക്കരുത്. അതുപോലെ ഈ ഞായറാഴ്ച ജൂലൈ 26-ന് നടത്താനിരിക്കുന്ന എന്റെ ഇമോഷണൽ റീസെറ്റ് വർക്ക്ഷോപ്പിനെ കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. വിശദ വിവരങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അത് മിസ് ചെയ്യില്ലല്ലോ. നിങ്ങളെ ഹൃദയപൂർവ്വം ഈ ഒരു വർക്ക്ഷോപ്പിലേക്ക് ക്ഷണിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.